സൂപ്പർ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഫോൺ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിൽ ഒരു വീഡിയോ കേട്ടോ, നോർത്ത് ഇന്ത്യൻ വീഡിയോ ആണ് കേട്ടോ. നല്ല നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. അത് കണ്ട് ഭയങ്കര ടേസ്റ്റിലി ഒരു നെല്ലിക്ക അച്ചാറാണ് കേട്ടോ അവരുണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് നെല്ലിക്ക അച്ചാർ കഴിക്കാനായിട്ട് കൊതിയായിട്ട് വയ്യ ഗൈസ്. അത് ആ വീഡിയോ കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നെല്ലിക്ക ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് വാങ്ങി വെച്ചിരുന്ന കുറച്ച് നെല്ലിക്ക ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് എന്തായാലും കുറച്ച് എടുത്ത് ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ഉലുവ വറുക്കുകയാണ് കേട്ടോ. കുറച്ച് ഉലുവ വറുക്കണം, വറുത്തിട്ട് അത് പൊടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഉലുവ വറുക്കുകയാണ്. അപ്പം എനിക്കാണെങ്കിൽ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ ആ ചുമന്ന കളറും ആ നെല്ലിക്കേൻ്റെ ഇതുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് കഴിച്ചോളാൻ വയ്യ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ ഞാൻ മീൻ പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഉലുവ ഇപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഗായ്സ്. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ എത്ര കിടന്ന് പൊടിച്ചിട്ടും നമ്മുടെ ഉലുവ പൊടിഞ്ഞ് വരുന്നില്ല. ഉലുവയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ടാണ് അവർ പൊടിച്ചെടുത്തത്. പക്ഷേ എൻ്റെ ഉലുവയാണെങ്കിൽ തര കിടക്കുന്നത് കേട്ടോ. വീണ്ടും ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നും അത് ഒരു രക്ഷയുമില്ല. അങ്ങനെ അതിൻ്റെ കൂടെ കുറച്ച് കടുവും കൂടെ ഇട്ട് ഞാൻ പൊടിക്കുകയാണ് കേട്ടോ. അവർ ആണെങ്കിൽ ആദ്യം ഒരു പാത്രത്തിൽ ഉലുവയും പൊടിച്ച് വെച്ചു, ഒരു പാത്രത്തിൽ കടുവും പൊടിച്ച് വെച്ചു, എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് ഇട്ടു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കടുവും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് അങ്ങ് പൊടിക്കാമെന്ന് വെച്ചാൽ രണ്ടും കൂടെ പൊടിച്ച്. എന്നാലും ഒരു തരിതരിപ്പിലൂടെയാണ് അത് ഇരിക്കുന്നത് കേട്ടോ. നല്ല ഫൈൻ പൗഡർ ആയിട്ടില്ല. അപ്പോൾ നമ്മളതിൽ ഇത്ര നെല്ലിക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറേ കേടായിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴാണ് ഞാനത് എടുത്ത് നോക്കിയത്. അത് ഒരാഴ്ച മുന്നേ വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കേടായ നെല്ലിക്ക എല്ലാം എടുത്ത് മാറ്റിയിട്ട് കുറച്ച് നെല്ലിക്ക നമുക്ക് എടുത്തുനിന്ന് വെക്കാം, ബാക്കി കുറച്ച് മാറ്റി വെക്കാം. എന്തായാലും കുളമായി പോകണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ മൊത്തം എടുത്ത് ചീത്ത ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ചെടുക്കാം. ആദ്യം നമുക്കത് നല്ലതായിട്ട് കഴുകി എടുത്തതിന് ശേഷം കുറച്ചെടുക്കാം. ഞാൻ സാധാരണ ഈ നെല്ലിക്കയൊക്കെ ജ്യൂസ് അടിച്ചാണ് കേട്ടോ കുടിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് അടിച്ചിട്ട് അതിൽ കുറച്ച് സോഡയും കുറച്ച് ഉപ്പും ഇട്ട് കുടിച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ ഭയങ്കര ഫൈബറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെല്ലിക്ക ജ്യൂസ് കുടിക്കാനായിട്ട്. സാധാരണ ഞാൻ ഉപ്പിട്ട ജ്യൂസ് ഒന്നും കുടിക്കാറില്ല, എനിക്ക് മധുരമുള്ള ജ്യൂസാണ് ഇഷ്ടം. പക്ഷേ നെല്ലിക്ക ഉപ്പിട്ട് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ്. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു പണി കിട്ടിയത് കേട്ടോ. നമ്മൾ നല്ലെണ്ണ നമ്മളതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ നെല്ലിക്ക അച്ചാറിൽ നിറയെ നല്ലെണ്ണയാണ് കേട്ടോ അവർ ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നല്ലെണ്ണയുള്ളൂ. അത് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൽ നെല്ലിക്ക വേവിക്കാൻ വെക്കണം കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് ചൂടുവെള്ളത്തിലാണ് നെല്ലിക്ക വേവിക്കാൻ വെക്കുന്നത്. പക്ഷേ ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ നല്ലെണ്ണയിൽ നെല്ലിക്ക വേവിക്കാൻ വെക്കുക. ഏതായാലും അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്ത് നോക്കണമല്ലോ, എന്നാലല്ലേ അതേപോലെ കിട്ടുള്ളൂ. അങ്ങനെ നെല്ലിക്ക വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്കൊരു 6-7 അല്ലി വെളുത്തുള്ളി വേണം. അപ്പോൾ വെളുത്തുള്ളി പൊളിച്ചെടുക്കുകയാണ് ഗൈസ്. എനിക്ക് ഏറ്റവും വലിയ പാടുള്ള ഒരു ജോലിയാണ് വെളുത്തുള്ളി തൊളിക്കുക എന്ന് വെച്ചാൽ. എനിക്ക് കുറച്ച് ബോറടിക്കും കേട്ടോ. അപ്പം ഞാൻ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ പൊളിച്ച് കണ്ടെയ്നറിൽ അടച്ച് വെക്കുന്നതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ അങ്ങനത്തത് ബാലൻസ് ഇല്ല. അപ്പം ഞാനിപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ആരെങ്കിലും മിണ്ടാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജോലി ചെയ്യണമെന്നും അറിയില്ല. ഇതിപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ വെളുത്തുള്ളി തൊലിക്കാമെന്ന് വെച്ചാൽ ഇതുപോലെ ബോറടിക്കുന്ന ഒരു പരിപാടി വേറെ ഇല്ല ഗായ്സ്. അപ്പോൾ ഞാൻ ഈ നെല്ലിക്കയിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കേട് വന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ മീനിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കൊണ്ട് ശല്യമൊന്നുമില്ല. ഇതിനെടുത്ത് അങ്ങോട്ട് അങ്ങനെ മാറ്റിക്കൊണ്ടങ്ങ് വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നെല്ലിക്കയുടെ പരിപാടി മാത്രമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ അടുത്തൊരു പാൻ അടുപ്പത്ത് വെക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മളതിൽ എന്തായാലും നല്ലെണ്ണ ബാക്കിയില്ല. അപ്പോൾ നല്ലെണ്ണ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണ നിറയെ ഒഴിച്ചു കൊടുക്കണം. ഒരു ബൗൾ നല്ലെണ്ണ എടുത്ത് അവർ ഒഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എണ്ണ ഇല്ലെങ്കിൽ അത്രയും നല്ലതായി, അത്രയും എണ്ണ കുറച്ച് കഴിച്ചാൽ മതിയല്ല. അങ്ങനെ നമ്മുടെ നെല്ലിക്കയിലേക്ക് ഉപ്പും നമ്മളെ മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഉപ്പെങ്കിലും പിടിക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ച പൗഡറില്ലേ, പൗഡറും കൂടെ, അതായത് കടുകും ഉലുവയും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചില്ലേ മിക്സിയിൽ, അതും കൂടെ എടുത്തങ്ങ് തട്ടി കൊടുക്കുകയാണ് ഗായ്സ്. അപ്പോൾ എന്താണ് പറയുന്നത്, ആ പൊടിയെല്ലാം കൂടെ അടിച്ചിട്ട് എനിക്ക് തുമ്മലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് വെച്ചു.
അതിനുശേഷം നമ്മൾ ഇപ്പുറത്തൊരു പാന് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി ചെയ്ത് അപ്പോൾ അതിനിടയ്ക്ക് കേട്ടോ അപ്പോൾ ഒരു പുളിയുടെ പേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ബൗൾ നിറയെ പുളിയുടെ പേസ്റ്റ് തിക്ക് പേസ്റ്റ് എടുത്ത് ഈ നെല്ലിക്കയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുവരെ ഞാൻ നെല്ലിക്ക അച്ചാറിൽ പുളി ഇങ്ങനെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി എങ്ങാനും കുളമായി പോകണമെങ്കിലാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലിരുന്ന കുറച്ച് പുളീൻ്റെ ചാറുണ്ടായിരുന്നു, അതെടുത്ത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇപ്പുറത്തൊരു അടുപ്പിൽ ഞാൻ കടുക് വറുത്തു, 2-3 അല്ലി വെളുത്തുള്ളി, വറ്റൽമുളക്, ഒരു പച്ചമുളക് കീറിയിട്ടത് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ നെല്ലിക്കയും കൂടെ ഇട്ട് മിക്സ് ചെയ്യാനായിട്ടോ. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൽ എണ്ണയില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തത്. നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കഴിച്ച് നോക്കിയപ്പോൾ ദൈവമേ നല്ലൊരു കയ്പ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ ഉലുവാപ്പൊടിയുടെ ടേസ്റ്റ് നന്നായിട്ട് കയ്പ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു, ഇനി ഇത് നോക്കണ്ട, നമ്മളെ നെല്ലിക്ക കുളമായിട്ടുണ്ടായി. എന്നാലും ഞാൻ വിട്ടു കൊടുത്തില്ല, ഞാനതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് പുളി ചേർക്കണമായിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ പുളി ചേർത്ത് ഇനി കുളമായി പോകുമെന്ന് വിചാരിച്ചിട്ട് പുളിയുടെ കുറച്ച് ജ്യൂസ് മാത്രമേ ചേർത്തുള്ളൂ. അതിനുശേഷം എല്ലാം ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ മസാല ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളതിൽ എണ്ണ കുറവുള്ളത് കൊണ്ട് തന്നെ മസാല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളെ നെല്ലിക്ക നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്തപ്പോൾ ടേസ്റ്റെന്ന് വെച്ചാൽ അപ്പാറ് ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല പുളിയുടെ ടേസ്റ്റാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇത്രയും ടേസ്റ്റുള്ളൊരു നെല്ലിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ പുളിയുടെ ടേസ്റ്റ് നന്നായിട്ട് നിൽക്കണം. ഇപ്പോൾ ആലോചിക്കുന്ന പുളിയുടെ പേസ്റ്റ് നമ്മൾ ചേർക്കേണ്ടായിരുന്നു, പക്ഷേ അബദ്ധം പറ്റിപ്പോയി ഗൈസ്. അപ്പോൾ ഇനി ബാക്കി നെല്ലിക്ക ഞാൻ അടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പം പുളിയുടെ പേസ്റ്റ് മസ്റ്റായിട്ടും ചേർക്കണം. പിന്നെ കുറച്ച് നല്ലെണ്ണയും കൂടെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കുറവായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ലെണ്ണയുടെ നല്ലൊരു കുറവ് വന്നിട്ടുണ്ട്. എണ്ണ അധികം ഇല്ല കേട്ടോ, എണ്ണ ഒരുപാട് ഒഴിക്കാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറവായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പുളിയുടെ പേസ്റ്റ് ഒഴിച്ചിരുന്നെങ്കിൽ നല്ല കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് വന്നേനെ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചാറല്ലേ ഒഴിച്ചോളൂ, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പുളിയും എരിവും എരിയും പുളിയും എല്ലാം കൂടി ചേർന്ന് നല്ല നെല്ലിക്കയുടെ ടേസ്റ്റും എല്ലാം കൂടെ നല്ല സൂപ്പറായിരുന്നു. എന്തായാലും നമ്മൾ നെല്ലിക്ക കുളമായില്ല കേട്ടോ, വേണ്ടി അടിപൊളിയാണ്. അപ്പോൾ ആ ഉണ്ടാക്കേണ്ട രീതിക്ക് അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള നെല്ലിക്ക നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ വീട്ടിൽ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ ചുമ്മാ ചോദിച്ചു നെല്ലിക്ക എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ല വ്ളോഗ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ടാറ്റാ, ബൈ ബൈ.